മലയാള സിനിമയിൽ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് നടൻ ജയൻ ചേർത്തല. നിർമ്മാതാവ് സുരേഷ് കുമാർ, ഭാര്യ മേനക സുരേഷ്, മകൾ കീർത്തി സുരേഷ് എന്നിവരെ ചേർത്താണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. സിനിമാ മേഖല നഷ്ടത്തിലാണെന്നും ജൂൺ 1-ാം തീയതി മുതൽ സമരത്തിലോട്ട് പോകുകയുമാണെന്നാണ് അവർ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ജയൻ ചേർത്തല പറയുന്നത്. ഏതു ഭാഷയിലാണെങ്കിലും ഒരു സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് താരങ്ങളെ അഭിനയിപ്പിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ടാകുന്നത് താരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അവർക്ക് താരങ്ങളെ ആവശ്യമാണ്. എന്നാൽ പണം കൊടുക്കാൻ പറ്റില്ല. മാത്രവുമല്ല, അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമായ കാര്യവുമല്ല. മലയാളത്തിൽ ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് അഭിനേതാക്കളാണോ? സംഘടനയിലെ അംഗങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ മാത്രമേ ആളുകൾ തിയേറ്ററിൽ പോയി കാണാൻ പാടുള്ളൂ എന്ന് പറയുന്ന അഹങ്കാരമൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ അംഗങ്ങൾ നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കുന്നില്ലെന്ന് താരങ്ങൾ തീരുമാനിച്ചാൽ എന്താകും അവസ്ഥയെന്നും നടൻ ജയൻ ചേർത്തല ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സുരേഷ് കുമാറിന്റെ നിർമ്മാണ കമ്പനിയുടെ പേര് രേവതി കലാമന്ദിർ എന്നാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിർമ്മാതാവിന്റെ സ്ഥാനത്ത് എപ്പോഴും കാണുന്ന പേര് മേനക സുരേഷ് കുമാർ എന്നാണ്. അവരൊരു അഭിനേത്രി കൂടിയാണ്, അമ്മയിലെ അംഗവും. സിനിമ നിർമ്മിക്കാൻ പാടില്ലെന്ന് പറയാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ മകൾ കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്ന നടിയാണ്. ഇന്ന് വരെ 1 രൂപ കുറച്ച് സിനിമ ചെയ്ത കാര്യം നമ്മുടെ അറിവിലുണ്ടോ? അതായത് അവർ പറയുന്നതും ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു കാലത്ത് ലാഭമുണ്ടാക്കിയിട്ടുള്ള പ്രൊഡ്യൂസർമാരാണ് ഇന്നത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ തലപ്പത്തുള്ളത്. അവർ തന്നെയാണ് താരങ്ങൾക്ക് വില കുറയ്ക്കണമെന്ന് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതൊരിക്കലും ന്യായമായുള്ള കാര്യമല്ല. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നത് കൊണ്ട് ഒരു സിനിമ ലാഭത്തിൽ ആകുകയുമില്ല. മാത്രമല്ല, സിനിമ ഇൻഡസ്ട്രിയിലെ താരങ്ങൾ സിനിമ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പഴയകാലത്തെ വ്യവസ്ഥിതിയാണ്. നിങ്ങളൊക്കെ അടിയാന്മാർ, ഞങ്ങൾ മുതലാളിമാർ എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തുള്ള പലർക്കും ഉള്ളതെന്നാണ് നടൻ ജയൻ ചേർത്തല പറയുന്നത്.